മനുഷ്യ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് ഇപ്പോൾ ഉം. ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏത് രീതിയിലും വളച്ചൊടിക്കപ്പെടാം. അതുപോലെ തന്നെ അത് പല രീതിയിലും വരുമ്പോൾ അത് വലിയ രീതിയിൽ എന്ത് പറയാനാണ് കേരളത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയേക്കാം. അതായത് കേരളത്തിൽ മുസ്ലിം സമുദായം ജനസംഖ്യ. ജനസംഖ്യ വല്ലാത്ത രീതിയിൽ ഉയരുന്നു എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം പുറത്തിറക്കിയത്. ഇതിനെതിരെ ഭരണപക്ഷത്ത് നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ കോൺഗ്രസിൽ നിന്നും ശക്തമായ ഒരു ഇടപെടലുണ്ടായി. പക്ഷേ ബിജെപി അതിനെ ശക്തമായിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ അടക്കം പറഞ്ഞൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ഈ ഉം. ഒരു കാര്യം. അത് അതെ. 40 കൊല്ലമൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ ഇത് യാഥാർത്ഥ്യമാകും. സർക്കാരടക്കം അത് അടിമപ്പെടുകയാണ് ഈ ഒരു ഉം. ഇതിന് വേണ്ടി. കേരളത്തിൽ മതം തന്നെയാണ് മേലങ്കി അണിഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ എതിർപ്പ് വരുന്നെങ്കിൽ പോലും അതിൽ ഒരു കഴമ്പില്ലേ എന്ന് ചോദിക്കുന്നവർ പോലും ഇപ്പോൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? നോക്കൂ, ശരത്തിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറയാം. പക്ഷെ എങ്ങനെ പറയണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു. മാത്രമല്ല കാന്തപുരം എന്ത് കുന്തവും പറഞ്ഞാലും അത് കേൾക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. ശരിക്കും കാന്തപുരമല്ല സംസ്ഥയാണെന്ന് തിരുത്തണമെന്നാണ് എൻ്റെ അതെ. അഭിപ്രായം. കാരണം ഏതൊരു വിഷയത്തിലും എന്ത് നവീകരിച്ചാലും എന്ത് പുരോഗമന സമീപനം എടുത്താലും സ്കൂളിൽ പോകാത്ത തലേ കെട്ടുന്ന ആളുകൾ വന്ന് അഭിപ്രായം പറയുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സുംബയിൽ കണ്ടതാണ്. അത് ഈ പറഞ്ഞതുപോലെ സ്കൂൾ സമയമാറ്റം. സ്കൂൾ സമയം മാറ്റം ഉൾപ്പെടെ വിഷയങ്ങൾ കണ്ടാണ്. അതിൽ മാത്രം സർക്കാർ ഇതുവരെ വലിയ ചലനമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ശിവൻകുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ സമയമാറ്റം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്, നിലനിൽക്കണം എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വസ്തുതയുണ്ട്. ഞാൻ പക്ഷെ ബിജെപി പറയുന്ന അതിനെ ബാക്കപ്പ് ചെയ്യല്ല. കാരണം ബിജെപിക്ക് കേരള കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് ഇങ്ങനെയും ഉത്തർപ്രദേശിൽ ചെല്ലുമ്പോൾ മറ്റൊരു ഉം. ന്യായീകരണവുമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ബിജെപിനെയും ആർഎസ്എസിനെയും അല്ല പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ പെറ്റുപെരുകുക എന്നൊക്കെ അദ്ദേഹത്തിന്റെ വാചകങ്ങളല്ല. നാം ഒന്ന് നമുക്ക് രണ്ട് കുട്ടികൾ എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു എന്താ പറയുക ജനസംഖ്യാ നിയന്ത്രണം ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ വൃത്തിയും വെടിപ്പായും ചെയ്തൊരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ വ്യത്യാസം നടക്കുന്നത് മലപ്പുറത്തെ ജനസംഖ്യ മറ്റേ തെക്കേ ജനസംഖ്യയുമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ മലബാർ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വൃത്തിയായി ഇവിടെ ചെയ്തത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ മലപ്പുറം അടക്കമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഈ ഒരു എന്താ പറയുക സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആ ഡെമോഗ്രഫിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വിലപേശലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോ അപ്പൊ ചോദ്യം സ്വാഭാവികമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കേരളത്തിൽ ഒരു സിഎം ഒരു മുസ്ലിം ആയിക്കോട്ടെ, ഇന്ന മതസ്ഥൻ കേറിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ തിരിച്ച് ആളുകൾ ചോദിക്കാറുമുണ്ട്. എന്റെ ആകെയുള്ളൊരു കൺസേൺ ഡെമോഗ്രഫിയിലുള്ളൊരു മാറ്റങ്ങൾ സമൂഹത്തിന്റെ പൊതുവായ നന്മയെ ബാധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നവീകരണത്തെ ബാധിക്കാൻ പാടില്ല. ഇപ്പൊ ഇവരൊരു ന്യൂനപക്ഷമാണ്. ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളെയല്ല. രണ്ടാണ് വ്യത്യാസമുണ്ട്. ഇസ്ലാമും നമ്മൾ വിമർശിക്കുമ്പോൾ അത് മുസ്ലിങ്ങളെയാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയല്ല. അടിസ്ഥാനപരമായി ഈ ഡെമോഗ്രഫിയിലെ മാറ്റങ്ങൾ ന്യൂനപക്ഷമാവുമ്പോൾ പോലും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർത്തേ പറ്റുള്ളൂ. നമുക്കറിയാം ഇവിടെ നായർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈഴവ മുഖ്യമന്ത്രി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. ഒരു സമുദായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരാരൊക്കെ ഏതൊക്കെ പൊസിഷനിലേക്ക് വരണം, ആർക്കൊക്കെയാണ് മന്ത്രിസ്ഥാനം, അത് ഏത് സമുദായത്തിന്റെയാണ് മന്ത്രിസ്ഥാനം, അത് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നുള്ള വ്യക്തമായൊരു ചിത്രം ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് ഒരാൾ വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ നിലപാടുകളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ വസ്തുതയാണെന്നാണ് വ്യക്തിപരമായ എന്റെ ഒബ്സർവേഷൻ. ഈ വിഷയത്തിൽ എനിക്കിനകത്ത് ഏറ്റവും വലിയ രസകരമായി തോന്നിയത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പാണ്. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ ആണ്. മാത്രമല്ല പിണറായി വിജയൻ അടക്കമുള്ള സിപിഎമ്മിന്റെ പ്രമുഖരായ നേതാക്കൾ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആ സാഹചര്യമുണ്ട്. സിപിഎം അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എസ്എൻഡിപിയെ പോലെ ഒരു പ്രസ്ഥാനം ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് തഴുകി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഗതികേടിലേക്ക് ഇവിടെ മാറുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല അതിനെ പറയേണ്ടത്. പക്ഷെ ബിജെപി പറഞ്ഞതിനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം ബിജെപിക്ക് ഈ കേരളത്തിൽ ഒരു നയവും വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു നയവും ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതെന്തായാലും ഒരു വലിയ ചർച്ച
അതെന്തായാലും തുടങ്ങി ഈ വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ NSSനെയും മറ്റുള്ളവരെയും കടന്നാക്രമിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ടും തോന്നുന്നത് ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു ചായ്വ് വരുന്നു അല്ലെങ്കിൽ ഒരു മിതത്വം പാലിക്കുന്നു എന്നൊരു ചർച്ചയുണ്ട്. മാത്രമല്ല കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് യാഥാർത്ഥ്യം പറയേണ്ടതുണ്ട്. അതായത് ന്യൂനപക്ഷം എന്നും ന്യൂനപക്ഷമായി ഇരിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിശ്ര വിവാഹങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അനുവദിക്കില്ല. ആ ഒരു കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കുന്നില്ല. അവർ ഇപ്പൊ നേരത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന അതായത് ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കല്യാണം കഴിക്കുക. അവിടെ ഒരു ഭൂരിപക്ഷത്തിൽ നിന്നൊരു ആൾ വന്നോ അല്ലെങ്കിൽ അവിടെ നേരത്തെ ഞാൻ അവിടെ പറയുന്നത് ആരായാലും വന്നാൽ കുഴപ്പമില്ല, ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അങ്ങനെ ഒരു ഇതില്ല. ഓർത്തഡോക്സ് സിസ്റ്റത്തിൽ തന്നെ അവർ പോകുന്നതിന്റെ ഫലമായിട്ടാണ് അവർ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ഇപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ് ആവുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ അവിടെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ ഉയരുകയാണെങ്കിൽ അതിന് ബേസിക്കായിട്ട് ഇങ്ങനെ ഒരു കാരണം കൂടെ ഉണ്ടെന്നുള്ളൊരു അടിസ്ഥാന കാര്യം നമ്മൾ പറഞ്ഞേ മതിയാകൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടി നമ്മൾ കണക്കിലെടുത്ത് മാത്രമേ പറയൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ ന്യൂനപക്ഷമെന്നും ന്യൂനപക്ഷമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മന്ത്രിയെ മാത്രം തിരഞ്ഞെടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ. നമുക്ക് കേരളത്തിന്റെ നമ്മൾ എപ്പോഴും ഇത് കേരളം ഒരു വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഇപ്പൊ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ അവർ ഏറ്റവും വലിയ സെക്യുലർ സ്പേസിൽ നിൽക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ആ ഹിന്ദുക്കളെ ഒരു കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കി വിട്ടിട്ട് അവരെ കൂടെ ചേർക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ പല ഘട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. ആ ഒരു സെക്യുലർ സ്പേസിലാണോ ഇവിടെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ എന്നുള്ളത്? ഞാൻ ക്രിസ്ത്യാനികളെയും ഞാൻ പറയുന്നില്ല. ഓക്കെ, ക്രിസ്ത്യാനികളും ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മുടെ സർക്കാരിന്റെ പോളിസികളെ നോക്കൂ. ഇവിടെ ഭൂരിപക്ഷ ഘട്ടത്തിലേക്ക് ഈ ന്യൂനപക്ഷങ്ങൾ കടന്നു വരുമ്പോൾ ഇപ്പോ പുരോഗമനപരമായി ഇപ്പോ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് ഇപ്പോ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കാം. യൂണിഫോം സിവിൽ കോഡ് വേണം എന്നുള്ളതാണ് പുരോഗമനപരമായ നിലപാട്. ആ നിലപാട് BJP കൊണ്ടുവന്നത് കൊണ്ട് എതിർക്കേണ്ട കാര്യമില്ല. മുത്തലാഖ് നിരോധന നിയമം അത് കേരളത്തിലാണെങ്കിൽ ഇവർ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തേക്ക് ഇവർ വരുമ്പോൾ അവർ അവരുടെ നയങ്ങളും തീരുമാനങ്ങളും മാത്രമേ നടപ്പിലാക്കൂ എന്നുള്ളൊരു ആശങ്ക അതെനിക്ക് വ്യക്തിപരമായി ഉണ്ട്. എന്റെ ഒബ്സർവേഷനിൽ ഞാൻ അതിനെ അത് ആശങ്കയെ തന്നെയാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ ഹിന്ദുക്കൾ സെക്യുലർ സ്പേസിൽ ആയതുകൊണ്ടും ആ ഹിന്ദു വോട്ടുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ആയി രൂപീകരിക്കപ്പെടാത്തിടത്തോളം ഈ ഒരു ആശങ്ക നമുക്ക് കുറച്ച് കുറവാണ്. അതിൻ്റെ ഒരു സമാധാനം ഉണ്ട്, അതിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അപ്പൊ അത് എന്തായാലും എടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സ്കൂളിൽ പോകാത്ത തലേ കെട്ടിയ ആളുകളെല്ലാം കൂടെ ഇറങ്ങി വന്ന് നാളെ ഈ നാട്ടിലെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഒരു കൺസേൺ മാത്രമല്ല ശരത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സമസ്തയുടെയും ഈ മതന്യൂനപക്ഷങ്ങളുടെയും കാല് പിടിക്കാൻ പോകുമ്പോൾ അജിറ്റേറ്റഡ് ആയ അല്ലെങ്കിൽ ഇതിൽ ആശങ്ക ഉണ്ടാകുന്ന ഒരു ഭൂരിപക്ഷ സമൂഹം ഇവിടെ ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. ആ BJPക്ക് വോട്ട് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പലയിടങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 1, 2, 3 സീറ്റുകളിൽ എന്തായാലും BJP ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ഇവിടുത്തെ CPM അടക്കമുള്ള പാർട്ടികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ ഭയപ്പെടുന്ന ഒരു വലിയ സമൂഹം BJPക്കാണ് വോട്ട് കുത്തുന്ന ഒരു ദർ ഇസ് എൻ ഇക്വേഷൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിന് വെള്ളാപ്പള്ളി നടേശനെ മുഖമടച്ച് ഒഴിവാക്കേണ്ടതില്ല. ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്കയെക്കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ മതേതര പാർട്ടി അല്ലാത്ത ലീഗിന് ഇപ്പം മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്നത് വലിയ കാര്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ.